നോക്കൂ, ഇവിടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് രാജ്യതലസ്ഥാനമായ ദില്ലിയിലും കനത്ത ചൂടാണ്, ചുട്ടുപൊള്ളുകയാണ്. ദില്ലിയിൽ ചൂട് 43 ഡിഗ്രി സെൽഷ്യസിലെത്തിയിരിക്കുന്നു. നാളെ 44 ഡിഗ്രിയിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഈ മാസം 27 വരെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുറന്ന സ്ഥലത്ത് അസംബ്ലി പാടില്ല എന്നതുൾപ്പെടെ സ്കൂളുകൾക്ക് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളും നൽകി. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ, ഇവിടെ സൂര്യാതപത്തിന്റെയും സൂര്യാഘാതത്തിന്റെയും ഒക്കെ വാർത്തകൾ വരികയാണ്. എന്താണ് ദില്ലിയിലെ സാഹചര്യം? വിനീത, കേരളത്തിൽ കനത്ത ചൂടാണെങ്കിൽ ഇവിടെ കൊടും ചൂടാണ്. 43 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ഇവിടുത്തെ താപനില ഉയർന്നിരിക്കുന്നത്. നാളെ 44 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾക്കൊക്കെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് വിദ്യാർത്ഥികൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് അധ്യാപകർ ഉറപ്പാക്കണം. ഇതിനായിട്ട് ബെൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അടിക്കും. ആ ബെൽ അടിക്കുന്ന സമയത്ത് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് വെള്ളം നൽകണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 44 ഡിഗ്രി സെൽഷ്യസിലേക്കായിരിക്കും ചൂട് പോകുക. ദില്ലിയിലെ മാത്രം സ്ഥിതിയല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും എല്ലാം തന്നെ ഇപ്പോൾ വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചയായി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണമെന്നാണ് നിലവിൽ ദില്ലി സർക്കാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. മോണിറ്റർ ചെയ്യാൻ NDMCയുടെ പ്രത്യേക സെൽ കൂടി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആകപ്പാടെ ക്ഷീണിതമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്തായാലും കൊടും ചൂട് തുടരുകയാണ് വിനീത. ശരി, ഏതായാലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദില്ലിയിൽ 43 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരിക്കുന്ന നാളെ അത് വീണ്ടും 44 ഡിഗ്രി സെൽഷ്യസ് ആകും. അതുകൊണ്ട് ജാഗ്രത പാലിച്ചേ മതിയാകൂ. അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.